എന്താണ് എക്സാക്ട്ലി ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്? കാരണം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻ്റെ വേറൊരു പ്രോഡക്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ആകുമോ? അതോ എസ്റ്റാബ്ലിഷ് സിസ്റ്റത്തിനെ ചലഞ്ച് ചെയ്തൊരു ഇന്നൊവേഷൻ വന്നാൽ മാത്രമേ സ്റ്റാർട്ടപ്പ് ആവുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓഡിയൻസിന് സ്റ്റാർട്ടപ്പ് എന്താണെന്നൊരു ക്ലിയർ ഐഡിയ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. പ്ലീസ് സർ, അത് അതിൻ്റെ ഒരു എക്സലൻ്റ് എക്സാമ്പിളാണ് ഇപ്പം മാനസ് പറഞ്ഞത്. അതായത് നമ്മൾ ജനിച്ച കാലം തൊട്ട് നമ്മുടെ റോഡുകളിൽ ഇങ്ങനെ ഏത്തയ്ക്ക അരിഞ്ഞ് ഉപ്പേരി വറക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരോരോരുത്തരും ഈ പറയുന്ന പോലെ ഒരു സർട്ടൻ വിലയ്ക്ക്, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കിലോയ്ക്ക് 400-450 രൂപയായിരിക്കും ഉപ്പേരിയുടെ വില എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ഒരിക്കലും നമ്മൾ അതിനൊരു വേൾഡ് വൈഡ് മാർക്കറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെ വിൽക്കാൻ കഴിയുമെന്നോ എങ്ങനെ നമുക്കതിനെ മാനുഫാക്ചർ ചെയ്യാൻ, എങ്ങനെ അതിൽ ഫ്ലേവറുകൾ ആഡ് ചെയ്യാൻ പറ്റുമെന്നോ ഒരിക്കലും നമ്മൾ ആലോചിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ആലോചിച്ച് അതിനെ ഒരു ലേസാക്കി മാറ്റണം, അല്ലെങ്കിൽ ലേസ് പോലെ ആൾക്കാർ ഉപയോഗിക്കുന്ന, ലോകത്തെമ്പാടും ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഫുഡ് പ്രോഡക്റ്റ് ആക്കി അതിനെ മാറ്റണം എന്നൊരാൾ ആലോചിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെക്നോളജിക്കൽ ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് എന്താണെന്ന് സാർ ചോദിക്കുമ്പോൾ എനിക്ക് IIM അഹമ്മദാബാദിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ ഒരു പ്രൊഫസർ അനിൽ ഗുപ്ത എന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളി ഒരു വളരെ എന്താ പറയുക ജനകീയനായ ഇന്നവേറ്ററാണ്. യാത്രകളൊക്കെ നടത്തി ഇന്നവേഷൻസ്, ജുഗാഡ് ഇന്നവേഷൻസ് ഒക്കെ കണ്ടെത്തുന്ന. അപ്പോൾ അനിൽ ഗുപ്ത സാറ് എന്നോട് പറഞ്ഞത് ഇതാണ്: ഇഫ് യു ക്യാൻ യൂസ് ടെക്നോളജി, അതായത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ആൻഡ് ട്രാൻസ്ഫോം യുവർ പ്രോഡക്റ്റ്, പ്രോസസ് ഓർ ബിസിനസ് മോഡൽ, അതായത് നിങ്ങളുടെ ഉൽപ്പന്നത്തെയോ അതുണ്ടാക്കുന്ന രീതിയെയോ അത് വിൽക്കുന്ന രീതിയെയോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാറ്റിമറിക്കുകയും അതുവഴി ഒരു വലിയ വിഭാഗം ജനങ്ങളിലേക്ക് ആ പ്രോഡക്റ്റ് എത്തിക്കുകയും അതിൽ നിന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത അത്രയും വെൽത്ത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയെയാണ് നമ്മൾ ഇൻ ദ ട്രഡീഷണൽ സെൻസ് സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കുന്നത്. അതായത് ജോയ് ഇപ്പോൾ ഒരു വീഡിയോ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതിൻ്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു സൂമാണ്, അല്ലെങ്കിൽ ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ടീംസ് ആണ്. സ്കൈപ്പ് ആയിരുന്നു, അപ്പോൾ അത് ടീംസായിട്ട് മാറി. അതിൻ്റെ മാർക്കറ്റ് എന്താണ്? ലോകത്തെമ്പാടുമുള്ള ആൾക്കാരാണ് അതിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത്. സോ യു ക്യാൻ ആക്ച്വലി സേ ഓൾ ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ഹൂ ഈസ് യൂസിങ് എ കമ്പ്യൂട്ടർ ക്യാൻ ബിക്കം എ കസ്റ്റമർ ഫോർ ജോയ്. അപ്പോൾ ജോയ് എന്താണ് ചെയ്തത്? സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വീഡിയോ കോൺഫറൻസിങ് ആപ്ലിക്കേഷനെ ലോകത്തെമ്പാടുമുള്ള ആൾക്കാർക്ക് സീംലെസ് ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് തൻ്റെ പ്രോഡക്റ്റിനെ മാറ്റിമറിച്ചു, അല്ല അത്തരത്തിലുള്ളൊരു ഉൽപ്പന്നം ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ സിമിലർ എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോൾ ബുക്ക് മൈ ഷോ, ഞാൻ എപ്പോഴും കോട്ട് ചെയ്യുന്ന ചില എക്സാമ്പിൾസ് ആണ്. പണ്ടൊക്കെ ഞങ്ങൾ തിയേറ്ററിൽ ക്യൂ നിന്നോ തല്ലുകൂടിയോ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഫസ്റ്റ് ഷോ ടിക്കറ്റ് ഇന്ന് നമുക്ക് ബുക്ക് മൈ ഷോയിൽ അവൈലബിൾ ആണ്. സ്വന്തം വീടിൻ്റെ കംഫർട്ടിനകത്തിരുന്ന് നമുക്കത് ബുക്ക് ചെയ്യാൻ കഴിയുന്നു. പണ്ട് ഒരു കൊറിയർ കമ്പനി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന ചില സ്റ്റാൻഡേർഡ് കമ്പനികളുണ്ട്. പക്ഷേ ആ കമ്പനികളെ എല്ലാം ഇപ്പോൾ ഡെലിവറി എന്ന് പറയുന്ന ഒരു കമ്പനി റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ലോജിസ്റ്റിക്കൽ മോഡലിംഗ്, അല്ലെങ്കിൽ അത് ആ പ്രോസസ്സ് അവർ ട്രാൻസ്ഫോം ചെയ്യുന്നത് വഴിയാണ് അത് ചെയ്തിരിക്കുന്നത്. മനസ്സിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. അതെങ്ങനെ അതിൻ്റെ വില കൂടുന്നു, അല്ലെങ്കിൽ എങ്ങനെ കൂടുതൽ വാല്യൂ കിട്ടുന്നു എന്ന് പറയാം. ഞാനിപ്പോൾ പറഞ്ഞു 480 രൂപയാണ് ഒരു പാക്കറ്റ് ചിപ്സ് അല്ലെങ്കിൽ 1 കിലോ ചിപ്സിൻ്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വളരെ രുചികരമായ ഒരു ഉപ്പേരി, മനസ്സിൻ്റെ അല്ല വേറൊരെണ്ണം, ഒരു കോൺഫറൻസിൽ എനിക്കൊരാൾ തന്നു. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയത് എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി, ഈ ആളിനെ കണ്ടെത്തി. ഞാൻ പുള്ളിക്കാരിയെ വിളിച്ച് പറഞ്ഞു എനിക്കിങ്ങനെ ഇതൊന്ന് വാങ്ങിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ആ വെബ്സൈറ്റ് തന്നു. 200 ഗ്രാമിന് 285 രൂപയ്ക്കാണ് പുള്ളി ആ ഉപ്പേരി വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 1200 രൂപയ്ക്ക് മുകളിൽ ആണ് 400 രൂപയ്ക്ക് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഉപ്പേരി പുള്ളിക്കാരി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ശരിയോ തെറ്റോ അത് വേറൊരു കാര്യം. പക്ഷേ ഷീ ഈസ് ക്രിയേറ്റിംഗ് എൻ ഇല്ലോജിക്കൽ എമൗണ്ട് ഓഫ് വെൽത്ത് by adding a certain refinement in the product, process, packaging, etc. അങ്ങനെ ചെയ്യുന്ന കമ്പനികളെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പുകൾ എന്ന് വിളിക്കുന്നത്.